എന്തായാലും പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്തോ. ഒരു വിഷയ സാധനം വരുന്നുണ്ട് ഗൈസ്. ഹായ് ഗൈസ്, രാവിലെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോയി ചൂടിടാന്ന് പറഞ്ഞു. 2 ദിവസമായിട്ടൊക്കെ പോയിട്ട് കിട്ടിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോവാം. നമുക്കൊന്ന് രാവിലെ പോയൊരു ചൂട് ഇട്ട് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അവിടെ കഴിഞ്ഞ വട്ടം ഞാൻ കുവൈറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞോട്ട് ഞാനിവിടെ ചൂടിട്ട് പോകും. ഭയങ്കര ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. നമുക്കെന്തായാലും നോക്കി നോക്കാം. മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനുള്ള വീഡിയോ ചെയ്യാൻ ഇവിടെ. ചെറുതാണെങ്കിലും വലുതായാലും എന്തായാലും വീഡിയോ ചെയ്യും. അപ്പം ഗൈസ് അവിടെ കിട്ടും, അല്ലെങ്കിൽ ഇവിടേക്ക് ഞാൻ കൊടുക്കാം. ബൈ. ഇല്ല, ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുത്തോളാം. ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്തില്ല. പിന്നെ നമ്മള് ടൂൾ കാണിക്കണ്ട, കൈ കാണിച്ചാൽ മതി. കൈയൊന്ന് കാണിച്ചേ. 10 വരെ കൊന്ന കയ്യ. അല്ലാതെ വണ്ടിയൊക്കെ ഉണ്ട്. വേറെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. വേറെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും കിട്ടുമോ നോക്കട്ടെ. ബോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ. ഇവിടെ കഴിഞ്ഞോട്ടം നേരത്തെ വന്നപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ ആ സൈഡിലുണ്ട്. അതുകൊണ്ട് ആ വീടിക്കുന്ന പുതിയ വീടിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ മീനെ പിടിച്ചാൽ. അതുകൊണ്ട് ഇവിടെ ഒന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ വലിയ ചൂണ്ടയൊന്നുമല്ല, സാധാ ചൂണ്ട കേട്ടോ. നിങ്ങൾക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. അറിയും തിരിഞ്ഞോ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയിട്ട് ഗൈസ് ഒരു തുള്ളി മീനൊക്കെ കിട്ടിയിട്ടില്ല. ഇപ്പം എന്തായിട്ട് ഞങ്ങൾ സൈറ്റ് വാങ്ങാൻ പോവാണ്. ഇവിടെ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ. നോക്കട്ടെ എവിടെന്നേലും ഇനി അടുത്ത എവിടെയും സൈറ്റിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങളുടെ പഴയ ഒരു സൈറ്റുണ്ട്, അവിടോട്ടൊന്ന് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഗൈസ് മാക്സിമം ലാസ്റ്റ് വരെ കാണുക. അടുത്ത സ്പോട്ടിലെത്തി. നാലേക്ക് ഇത് തന്നെയുള്ള നമുക്ക് പരിപാടി. ഇന്ന് മീനെ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. അത് വേറെ കാര്യം കേട്ടോ. നമ്മളിങ്ങനെ പലതും പറയും. മീനില്ലാത്ത കളിയും. ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും കിട്ടുന്നേ കിട്ടട്ടെ. നമുക്ക് അപ്പോഴത്തേന് ചൂണ്ടയുടെ കാര്യം നോക്കാം. കിട്ടി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണത്തിനെങ്കിലും പിടിച്ചിട്ടേ വരത്തോളൂ. ഉണ്ടോ അടുത്തത് സിലോപ്പില്ലേ. ഒരു വട്ടം കഴിച്ചതിൻ്റെ അപ്പം കൂടി കിടക്കുന്ന സാധനം കിട്ടിയത് എനിക്ക്. കൈപ്പത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരാൾ ഒരു പാകം കഴിച്ചപ്പോഴത്തേക്ക് വയറുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം ഏതാ സാധനമാണ്. നടത്തുന്നതിനും കരിമീൻ പൊടിക്കരിമീൻ. വലുതുണ്ട്, പക്ഷെ ഇവന്മാരൊക്കെ ആദ്യം വന്നത് പഠിക്കട്ടെ. ഇതിൽ അരട്ടിക്കുഞ്ഞ് ഏകദേശം ഒരു പണി കിട്ടി. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പം നമ്മൾ ചൂണ്ടിടലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി പോവാം.
വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വല ഇട്ടിട്ടുണ്ടായിരുന്നു, വല മറ്റേ കൂട് വെച്ചില്ലായിരുന്നു. അത് നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. നോക്കുക ചെളിയോ ഉണ്ടളിയോ. ഇപ്പൊ നമ്മള് ചൂണ്ടടിച്ച മീൻ പിടിച്ചതിന്റെ അത്ര ഉണ്ട് കേട്ടോ. ഇത് കരിമീൻ വെള്ളത്തില്ലോടാ. ഉണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല കക്കയാന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിന്ന് പിടിച്ച മീന്. കുറച്ച് അത്യാവശ്യം ഒരു കറിക്കുള്ള മീനുണ്ടോ. പിന്നെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. നമ്മളുകൊണ്ട് വറക്കുകയോ കറിയൊക്കെ എന്തെങ്കിലും ചെയ്യും. ഞങ്ങളിന്ന് 2 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്തോ. ഒരു വിഷയ സാധനം വരുന്നുണ്ട് ഗൈസ്. വിഷയ സാധനം എന്ന് പറഞ്ഞാൽ വിഷയ സാധനം. എന്തായാലും ഞങ്ങളെന്നാൽ വീട്ടിലോട്ട് പോവാണ്. അപ്പം ബൈ.